എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യോദ്ധാന്റെ അവസ്ഥയിലേക്കായിരിക്കാം ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ആ യോദ്ധാൻ കടക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ, എന്താണ് യോദ്ധാന്റെ അവസ്ഥ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്ലാനിങ്, ദൈവത്തിൻ്റെതായിരിക്കുന്ന വഴികൾ എത്ര അത്ഭുതകരമായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ പ്രത്യേകമായ യോർദാനിലേക്ക് ഞാൻ നിങ്ങൾ കടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവം നമ്മോട് പറഞ്ഞതായിരിക്കുന്ന 4 കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ യോർദാനിലേക്ക് കടന്നു വരാം. ഒന്നാമത്തെ ആവശ്യം, ഒരത്ഭുതം നടക്കണമെങ്കിൽ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ. അപ്പൊ ഒരത്ഭുതം ദൈവം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവജനത്തിന് അതിന്റെ പ്രയറായിട്ട് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ശുദ്ധീകരണം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ ശത്രുക്കളുമായി യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പാളയം ശുദ്ധമായിരിക്കണം. സ്വർഗസ്ഥനായിരിക്കും ദൈവം നിങ്ങളുടെ പാളയത്തിന്റെ നടുവിൽ കൂടെ നടക്കുകയാണ് നിങ്ങളെ വിടുവിപ്പാൻ, ശത്രുവിന്റെ കരങ്ങളിൽ നിങ്ങളെ രക്ഷിപ്പാൻ. അവൻ പാളയത്തിൽ കൂടെ നടക്കുകയാണ്. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധമുള്ളതായിരിക്കണം.